T20 News. നമസ്കാരം, ബ്രില്യന്റ് എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. നീറ്റ് യുജി എയിംസ് മോഡലിൽ ഓൺലൈൻ പരീക്ഷ സാധ്യതകളേറുന്നു. നാഷണൽ സയൻസ് ഒളിമ്പ്യാഡ് ആദ്യഘട്ടത്തിൽ മികച്ച വിജയം നേടി ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ. ജെഇഇ മെയിൻ 2025 എക്സാം സിറ്റിയും ഡേറ്റും ഈ ആഴ്ച പ്രസിദ്ധീകരിക്കും. കോട്ടയത്തിന്റെ മുഖച്ഛായ മാറ്റിയവരിൽ ബ്രില്യന്റും വാർത്തയാക്കി പ്രമുഖ പത്രം. 2025 നീറ്റ് പരീക്ഷ ഓൺലൈൻ മോഡിലോ അതോ ഓഫ്ലൈൻ മോഡിലോ എന്നുള്ള ആശങ്കകൾക്ക് ഉടൻ തന്നെ പരിഹാരമുണ്ടാകും എന്നുള്ള സൂചനകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഡൽഹി എയിംസ് പരീക്ഷ ഓൺലൈനായി നടത്തുന്നതിന്റെ വിശദാംശങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. റിപ്പോർട്ടിലേക്ക്. 2025 നീറ്റ് യുജി പരീക്ഷ ഓൺലൈൻ മോഡിൽ തന്നെ ആവാൻ സാധ്യതകൾ ഏറുകയാണ്. ഡൽഹി എയിംസ് പരീക്ഷ ഓൺലൈനായി നടത്തുന്നതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിനും ദേശീയ പരീക്ഷാ ഏജൻസിക്ക് മുന്നിലും അവതരിപ്പിച്ചു. ചില കാര്യങ്ങളിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നതിനാലാണ് അന്തിമ തീരുമാനം വൈകുന്നത്. കേന്ദ്ര സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി പരീക്ഷ ഓൺലൈനായി നടത്തണമെന്ന ശുപാർശ മുന്നോട്ട് വെച്ചിരുന്നു. 1 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ എയിംസിന്റെ PG സൂപ്പർ സ്പെഷ്യാലിറ്റി പരീക്ഷകൾ ഓൺലൈൻ മോഡിൽ എഴുതുന്നുണ്ട്. ജെഇഇ മെയിൻ, CUET തുടങ്ങിയ ഓൺലൈൻ പരീക്ഷകൾ എഴുതുന്നത് 12 മുതൽ 13 ലക്ഷം വിദ്യാർത്ഥികളാണ് എന്നിരിക്കെ നീറ്റും ആ രീതിയിലേക്ക് മാറ്റണമെങ്കിൽ വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമാണ്. വിദ്യാർത്ഥികളുടെ എണ്ണം 2 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ഒന്നിലധികം ഷിഫ്റ്റുകളായി നടത്തണമെന്നാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ. കൂടാതെ ജെഇഇ മെയിൻ പോലെ 2 സെഷനുകളായി പരീക്ഷ വേണോ, മെറിറ്റ് പട്ടിക തയ്യാറാക്കുന്ന വിധം സ്കോർ ഏകീകരിക്കണോ എന്നിങ്ങനെയുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. ഇതിനിടയിൽ നീറ്റ് 2025 സിലബസിൽ മാറ്റമില്ല എന്നും കഴിഞ്ഞ ദിവസം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അംഗീകാരം നൽകിയ സിലബസ് അനുസരിച്ച് മാത്രമേ ചോദ്യങ്ങൾ ഉണ്ടാവൂ എന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിട്ടുണ്ട്. NMC പ്രസിദ്ധപ്പെടുത്തിയ സിലബസ് NTA.ac.in എന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് NTA വിശദീകരണക്കുറിപ്പ് ഇന്ന് വന്നിരിക്കുന്നത്. നാഷണൽ സയൻസ് ഒളിമ്പ്യാഡിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ അഥവാ NSE. ആദ്യഘട്ട NSE എക്സാമിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ വലിയ നേട്ടമാണ് പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ കരസ്ഥമാക്കിയത്. സുജാ സേവ്യർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നാഷണൽ സയൻസ് ഒളിമ്പ്യാഡിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയാണ് നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ അഥവാ NSE. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ആസ്ട്രോണമി, ജൂനിയർ സയൻസ് എന്നീ വിഷയങ്ങളിൽ നടത്തപ്പെടുന്ന ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിക്സ് ടീച്ചേഴ്സ് ആണ്. NSE ക്വാളിഫൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അടുത്തപടിയായി ഇന്ത്യൻ നാഷണൽ ഒളിമ്പ്യാഡ് എക്സാംസിൽ അപ്പിയർ ചെയ്യുന്നു. NSEക്ക് ശേഷമുള്ള സ്റ്റേജസ് നടത്തുന്നത് ഹോമി ഭാഭ സെന്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷൻ ആണ്. കുട്ടികളുടെ അറിവ്, ശാസ്ത്രീയമായ അഭിരുചി, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് എന്നിവ അനലൈസ് ചെയ്യുന്നതിനായി ഇന്ത്യയിൽ തന്നെ നടത്തപ്പെടുന്ന ഒരു പ്രധാന എക്സാമാണ് NSE. സയൻസ്, മാത്സ് എന്നീ സബ്ജക്റ്റുകളിൽ മികവ് പുലർത്തി INO എക്സാംസും തുടർന്നുള്ള ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് എക്സാംസും ക്വാളിഫൈ ചെയ്യാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതാണ് NSEയുടെ പ്രധാന ലക്ഷ്യം. ആദ്യഘട്ട NSE എക്സാമിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ 83 സ്റ്റുഡൻസ് മിനിമം അഡ്മിസിബിൾ സ്കോറിന് മുകളിൽ കരസ്ഥമാക്കി. അതിൽ തന്നെ 63 വിദ്യാർത്ഥികൾ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ നിന്നുള്ളതാണ് എന്നത് അഭിമാനകരമായ നേട്ടമാണ്. മിനിമം അഡ്മിസിബിൾ സ്കോർ ആൻഡ് മെറിറ്റ് ഇൻഡെക്സ് സ്കോർ പരിഗണിച്ച ശേഷം സെക്കൻഡ് ലെവൽ ഒളിമ്പ്യാഡിന് എലിജിബിൾ ആയ കുട്ടികളുടെ ലിസ്റ്റ് ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. ജെഇഇ മെയിൻ 2025 ആദ്യ സെഷന്റെ എക്സാം സിറ്റിയും ഡേറ്റും ഈ ആഴ്ച പബ്ലിഷ് ചെയ്യും. വിശദാംശങ്ങളിലേക്ക്. ജെഇഇ മെയിൻ 2025 ആദ്യ സെഷൻ ജനുവരി 22 മുതൽ 31 വരെയാണ് നടക്കുന്നത്. എക്സാം സിറ്റി അനൗൺസ്മെന്റ് ജനുവരി ആദ്യ ആഴ്ച തന്നെ ഉണ്ടാകും. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചപ്പോൾ ഓരോ കുട്ടികളും 4 സിറ്റി ചോയ്സ് ആണ് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഏതു ജില്ലയിലാണ് പരീക്ഷയെന്നും 22 മുതലുള്ള ദിവസങ്ങളിൽ ഏതു ദിവസമാണ് പരീക്ഷ എന്നും ഇതിലൂടെ അറിയുവാൻ സാധിക്കും. jemain.nta.nic.in എന്ന വെബ്സൈറ്റിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഓരോ കുട്ടികൾക്കും അനുവദിച്ച തീയതിക്ക് കൃത്യം 3 ദിവസം മുമ്പ് മാത്രമേ അഡ്മിറ്റ് കാർഡുകൾ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തൂ. അപ്പോൾ മാത്രമാണ് ഏത് ഓൺലൈൻ എക്സാം സെന്ററിലാണ് പരീക്ഷയെന്നും ഏത് ഷിഫ്റ്റിലാണ് എക്സാം എന്നും അറിയുവാൻ കഴിയൂ. പെർസെൻറ്റേജ് സ്കോർ ഫെബ്രുവരി 12 പ്രസിദ്ധപ്പെടുത്തും. ഏപ്രിൽ 1 മുതൽ തുടങ്ങുന്ന 2ാം സെഷനുള്ള ഓൺലൈൻ അപേക്ഷ ജനുവരി 31 മുതൽ ഫെബ്രുവരി 24 വരെയായിരിക്കും. അതോടൊപ്പം തന്നെ നീറ്റ് 2025 ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in നിലവിൽ വന്നിരിക്കുകയാണ്. ഈ വെബ്സൈറ്റിലും നീറ്റ് 2025 സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2024 വിട പറയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ
പത്രമാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയാവുകയാണ് ബ്രില്യൻ സ്റ്റഡി സെന്റർ. എൻട്രൻസ് കോച്ചിംഗ് ഹബ് പോയിന്റായി പാല മാറിയെന്നും 21ാം നൂറ്റാണ്ടിന്റെ 24 വർഷങ്ങൾ പിന്നിടുമ്പോൾ കോട്ടയത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നതിൽ ബ്രില്യന്റും ഭാഗമാണെന്നും മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തു. വിദ്യാഭ്യാസ രംഗത്തെ ഇന്നത്തെ വാർത്തകൾ പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ബ്രില്യൻ ഫാമിലിയുടെ പുതുവത്സരാശംസകൾ.